ഹേ ഗായ്സ്, നമ്മളിപ്പോഴും ഡിണ്ടിക്കൽ തന്നെയാണ് സുഹൃത്തുക്കളെ. ഇന്നൊരു ചലഞ്ചൊക്കെ എടുത്തു. ഒരു ഡിണ്ടിക്കലിലെ ബെസ്റ്റ് ബിരിയാണി ഒക്കെ ഹാൻഡ് ചെയ്യുന്ന അടിപൊളിയായിരുന്നില്ലേ? ഡിണ്ടിക്കൽ ബിരിയാണി കേട്ടിട്ടില്ലേ? നമ്മളിന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്തു. ഇവിടുത്തെ കുറെ ലോക്കൽ ഷോപ്സും 4-സ്റ്റാർ ഹോട്ടലും ഒക്കെ നമ്മള് നിങ്ങള് വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വീഡിയോ വന്ന് കാണും. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് നമ്മളെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പൊ നമ്മൾ റൂഫ് ടോപ്പിലോട്ട് വന്നപ്പോൾ ഇവിടെ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂള്, കുഞ്ഞുങ്ങൾ കളിക്കാൻ കിഡ്സ് ഏരിയ, എനിക്ക് വയ്യ ജിമ്മുണ്ട്. അടിപൊളി കേട്ടോ, നല്ലൊരു പ്രോപ്പർട്ടി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാണാൻ വെളിയിൽ നിന്ന് കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല. പക്ഷെ അകത്ത് റൂമും കാര്യങ്ങളൊക്കെ കൊള്ളാം അല്ലേ? അമ്മുക്കുട്ടി ഇന്ന് റോറാ. അമ്പൂന് വെള്ളത്തിൽ ഇറങ്ങണം. അമ്പൂന് അവിടെ ഇറങ്ങാം കേട്ടോ. വേണം നമ്മള് ഇവിടെ നിൽക്കുമ്പോ അവനെ അവിടെ നിർത്താം. തല നനയ്ക്കരുത്. ഇവിടത്തേക്ക് അമ്പൂന് ഇറങ്ങി അമ്പു തല നനയ്ക്കും. ഉറപ്പായിട്ടും തല നനയ്ക്കും. തീർത്ഥം കുടിക്കുന്നതൊക്കെ അതാണ് പ്രശ്നം. ഒരു കാര്യം കാണിച്ചേ, പക്ഷെ അങ്ങോട്ട് നോക്കല്. ഇതാരാണ്? സ്വിമ്മിംഗ് പൂളിൽ എന്തുവാ പരിപാടി? നമുക്ക് ഇവനെ കിഡ്സ് ഏരിയയിലോട്ട് വിടാം. താണ്ട് തലയിൽ കെട്ടിരുന്ന ബണ്ണൊക്കെ പോയപ്പോ ഡിണ്ടിക്കൽ നമ്മള് ഫുള്ള് കറങ്ങിയില്ലേ സിറ്റിയില്. ട്രാഫിക് ആയിരുന്നു. ട്രാഫിക്. ഇതൊരു അമ്പലം അടുത്താണ്ടോ തോന്നട്ടോ, ഒരു ബിൽഡിംഗ് കാണാം. ചെറുക്കനെടുത്തു. ഇവിടെ എനിക്കിത് കാണുമ്പോഴേ മുംബൈയില് ബിച്ചോടന്റെ ഫ്ലാറ്റിന്റെ ഓർമ്മ വരുന്നു. ആ സെയിം ഇത് കണക്ക്. എടാ ഇവിടെ ഡാൻസ് ഒക്കെ കളിക്കാൻ കൊള്ളാം കേട്ടോ. ഡൈനിങ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കടാ. ഓ മോനെ സെറ്റപ്പ്. അതാ ഞാൻ പറഞ്ഞൊരു അമ്പലം ഒന്ന്. അതൊരു അമ്പലം കണ്ടോ കേട്ടോ. നടക്കൊരു പാറ മാത്രല്ലേ. കൊള്ളാല്ലേ? അവിടെ വണ്ടി കൊണ്ട് പോവാൻ പറ്റുമോ? പറയണുണ്ടല്ലോ നമ്മളെ വണ്ടി ഇന്നലെ പുറത്തായിരുന്നു, ഇന്നിപ്പോ അകത്തെടുത്തിട്ട് കേട്ടോ. രാത്രി ആകുമ്പോ ഈ ഹോട്ടലിൽ ഫുള്ളാവും. മുംബൈയിലാണെങ്കിൽ അങ്ങ് ഉയർന്ന കെട്ടിടമാണെങ്കിൽ ഇവിടെ എല്ലാം ചെറിയ 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 വീടുകൾ. അത് റൂം നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയുണ്ട്. കൊള്ളാം കേട്ടോ. ട്രാഫിക് മാത്രം ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിന്ന് ഒരു 2 കിലോമീറ്റർ ഒക്കെ ഓടാ എന്തോരം ബ്ലോക്കിൽ കിടന്നറിയോ. അത് എല്ലാരും തേരാപ്പാര വണ്ടി ഓടിക്കും. ഓടി നടക്കാൻ സുഖമുണ്ടോ? ചെരുപ്പിട്ടില്ലല്ലോ നിങ്ങള്. നമുക്കിനി ജിം അങ്ങനെ ഉണ്ടോ നോക്കാം. ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മിഷനറീസ് കേട്ടോ. എന്റെ മോനെ മതി, ഇത് മതി. കുറച്ചേ ഉള്ളെങ്കിൽ കുറച്ച് മതി. അത് മതി. എന്തു സാധനം ഓടിയത്? എന്തൊരു പേടകോ എന്റെ മോനെ. എന്തോ സൈസാടി. അടിപൊളി സാധനം. പിടിച്ചെന്ന്. പക്ഷെ ഷോർട്സ് ഇടണ്ടായിരുന്നു, ജീൻസ് ഇട്ടാണ് ഓടുന്നത്. ശരിയാ, റൂമിൽ പോയിട്ട് വേണമെങ്കിൽ മാറിയിട്ട് വരാമായിരുന്നല്ലേ. പൊളി വിഷയം കേട്ടോ. അമ്പുവേ കൊള്ളാല്ലേ? അമ്മ എടുക്കാം. ഇറങ്ങില്ലേ? വർക്കൗട്ട് ചെയ്യാം. നമ്മൾ ചുമ്മാ കയറി വന്നയാ, എന്തോന്ന് അറിയാൻ പറ്റാതെ. നമുക്ക് പോയി ഷോർട്സും ഇതൊക്കെ ഇട്ടിട്ട് വരാം. പക്ഷെ കൊള്ളാം കേട്ടോ. കിട്ടില്ല മെഷീൻസ് അല്ല. അപ്പൊ നമുക്ക് പോയാലോ? ഡിണ്ടിക്കലൊക്കെ വിട്ടങ്ങ് പോയാലോ? ടോക്കോക്കൻട്രി. എന്തിനു മണ്ടല്ല ഇരിക്കുന്നുണ്ടോ? സൂപ്പർ. രാവിലെ തന്നെ നമ്മള് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. സോ ഡിണ്ടിക്കൽ ടു ട്രിവാൻഡ്രം ഗൈസ് ഏതാണ്ട് 370 ഏതാണ്ട് 400 അടുപ്പിച്ച് കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ടോണിയും ഡൂഡോ ഉണ്ട്. എല്ലാ പാക്കിങ് കഴിഞ്ഞോ? നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇറങ്ങാം. ഇന്ന് രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? കുറെ ഐറ്റം ഉണ്ടായിരുന്നല്ലേ? അതൊരു വെറൈറ്റി ആയിരുന്നില്ലേ ബൊഫേ? ഞാൻ പറയട്ടെ, ആദ്യം തന്നെ ബ്രെഡ്, വീറ്റ് ബ്രെഡും ഉണ്ടായിരുന്നു. സാധാരണ എല്ലായിടത്തും വീറ്റ് ബ്രെഡ് വെക്കത്തില്ല. ഹെൽത്തി ഓപ്ഷൻസ് ഒരുപാട് ഇതുണ്ടായിരുന്നു. പൊങ്കല്, പിന്നെ റാഗി വെച്ചിട്ടുള്ള സേമിയ, പിന്നെ ഇഡലി, ഊത്തപ്പം, പിന്നെ മുട്ട ബോയിൽ ചെയ്തത്, അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഇത് കേസരി. പിന്നെന്തായിരുന്നു ചേട്ടാ? കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഈ വെജിറ്റബിൾ, ക്യാരറ്റും ഇതും വെജിറ്റബിളും കുരുമുളക് വെച്ച് ടോസ്റ്റ് ചെയ്തൊരു സാധനം.
സോ നല്ല അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിന് നല്ല റൂമും നല്ല ബ്രേക്ക്ഫാസ്റ്റും നമ്മള് വിചാരിച്ച് റേറ്റേ അല്ല കേട്ടോ, നല്ല നല്ല ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് കിട്ടി കേട്ടോ. നമ്മള് വിചാരിച്ച് മൊത്തം മധുരമായിരിക്കും, പക്ഷെ ഫുള്ള് ഹെൽത്തി ഓപ്ഷൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് പോയാൽ അമ്പുക്കുട്ടി ബാക്കി ലഗേജ് എല്ലാം അവരെടുത്തോണ്ട് പോയി. ഇതിന് അമ്പുക്കുട്ടനെ ഉരുട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലഗേജ് ഇവിടെ വെച്ച് എല്ലാം എടുത്തല്ലോ. എല്ലാം എടുത്തു, ഞാനെല്ലാം എടുത്തു, എന്റെ ലാപ്ടോപ്പ്, ബാക്കി കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, എങ്ങനെയുണ്ട് നമ്മുടെ ചുന്ദരനായിട്ടുണ്ട്, ചുന്ദരൻ. രണ്ടും പുതിയതല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചൂപ്പടാ. Let's go. നമുക്ക് പോകുന്ന വഴിക്കൊരു പ്ലാൻ ഉണ്ട്. മധുരൈ മേബി ഞാൻ മധുരൈ കയറും, ഇല്ലാന്നുണ്ടെങ്കിൽ മധുര ബൺ പൊറോട്ട ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു ആഗ്രഹം. നടക്കുമെന്ന് അറിയത്തില്ല, കാരണം അതിനിടയിൽ ട്രാഫിക്. ഇന്ന് വീക്കെൻഡ് ഡേ ആണോ അറിയാൻ വയ്യ. പക്ഷെ ട്രാഫിക് ഭയങ്കര ട്രാഫിക്കാന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ കൂടെ പോകുന്ന ഇവിടുത്തെ കണക്ക് 10 കിലോമീറ്റർ സിറ്റിക്ക് അകത്തൂടെ പോണം. അപ്പം നോക്കിയിട്ട് നമ്മൾ എന്തായാലും കയറുമ്പോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. ഇവിടെ വരെ വന്നില്ലേ, കഴിച്ചിട്ട് ഡാൻസ്. കാത്തു ആണോ? കാത്തു ഇല്ല, കാത്തു വീട്ടി. ഇവിടെ തമിഴ് കാർട്ടൂൺ കേട്ടോ, അമ്പൂനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. കാത്തൂനെ വിളിയാ, കാത്തൂനെ. ഞാൻ ഇതിട്ടിട്ടുള്ള ഡ്രസ്സാ. വിചാരിക്കും ഇവിടെയും തൊപ്പി വെച്ചിരിക്കുന്ന എന്തിനാണ്? സറ എടുത്തില്ല, മൊത്തം ഒലിഞ്ഞു വരിയിരിക്കുക. മറ്റേ ഇല്ല സാധനം എടുത്തോണ്ട് വരാന്ന് വെച്ചാൽ അത് കൊണ്ടുപോകാൻ പാടായില്ലേ. അത് ഒരു അതിന് വെക്കാൻ തന്നെ ഒരു സ്ഥലം വേണം. പിന്നെ അല്ലാതെ സെപ്പറേറ്റ് ഓരോന്ന് ഇളക്കിക്കൊണ്ട് വന്നാലും സെറ്റ് ആവത്തില്ല. അവനെ ഇതിട്ട് ഉരുട്ടി ഇങ്ങനെ സൈഡിൽ വെച്ച് ഉരുട്ടുന്നത് നല്ലത്. നേരെ ഉരുട്ടി അവന്റെ വെയിറ്റ് കാരണം ഫ്രണ്ടിലോട്ട് പോകും കേട്ടോ. ഡേയ് സുഖമുണ്ട് കേട്ടോ. അവൻ നല്ല രസിച്ചിരിക്കുന്നു. ഇവിടെ ഇറങ്ങണോന്ന് പറഞ്ഞേനെ. അപ്പൊ നമ്മള് നേരെ ഹൈവേയിൽ കയറി. ഇനി 246 കിലോമീറ്റർ തെമ്മലക്ക്. നമ്മള് തെമ്മല മാപ്പ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നല്ല റോഡ്, എന്ത് സുഖം അറിയുമ്പോൾ വണ്ടി ഓടിക്കാൻ. നല്ല റോഡാണ്. നമ്മുടെ അവിടെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങിണ്ടാങ്ങില്ല, ഇടയ്ക്കിടയ്ക്ക് വെച്ച് പണിയൂല, അങ്ങനല്ല. ഇത് സ്മൂത്താ. ഹൈവേടാ, ഇത് ബാംഗ്ലൂർ ഹൈവേടാ. അങ്ങോട്ട് കന്യാകുമാരി ഹൈവേ. ആ ഹോട്ടലിലെ ചേട്ടൻ ചോദിച്ചു പേരെന്തുവാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ദർശിത്തെന്ന്. അപ്പൊ ചോദിക്കുവോ, അയ്യോ ഇത് ആങ്കച്ചാണോന്ന്. അതാ എല്ലാരും പാപ്പാന്ന് വിചാരിച്ചിരിക്കുവോ? പാപ്പാന്ന് വിചാരിച്ചത്. നിന്നെ നീ ഒരു പാപ്പയാണോ? പെങ്കൊച്ചാണോ നിന്നില്? മുടിയും കൂടെ കെട്ടി വെച്ചോണ്ട് പെങ്കൊച്ചാന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ ആങ്കൊച്ചിന്റെ ചൂവൊക്കെയാണല്ലോ ഇട്ടേക്കുന്നേ. ഞങ്ങളെ ഇപ്പൊ അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അതുകൊണ്ട് കുഞ്ഞ് ഡാറ്റ പോലും കൊടുത്തില്ല. അതാ നമ്മൾ ഇത്ര സ്റ്റൈലൊക്കെ ആയിട്ട് വന്നിട്ട് പെങ്കൊച്ചെന്നൊക്കെ പറഞ്ഞ വിഷമാവും. നമുക്കങ്ങ് ഈഗോ ആയിപ്പോയി അല്ലേ? ആൾക്കാർ ക്രോസ് ചെയ്യൂടാ, ഭയങ്കര ഡേഞ്ചർ ആട്ടോ. നമ്മളിങ്ങനെ പോവുകയും ചെയ്യും, പെട്ടെന്ന് ആരെങ്കിലും എടുത്ത് ചെയ്താ കുഴപ്പമില്ല, ഇതങ്ങ് പോകത്തില്ല. സ്ലോ മോഷൻ നടക്കുന്നേ. നമ്മള് വീട്ടിൽ പോവാ, സന്തോഷായില്ലേ? എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നോ എന്തോന്നുള്ള ചെറുക്കാൻ നിനക്ക് കണ്ണീര് തുള്ളി ഇനി വന്ന് നോക്കി നോക്ക്, ഇനി വന്ന തുള്ളി. അമ്മ അങ്ങ് വരുവാ. ഉറങ്ങാനാണ് കരഞ്ഞത്. അതെ അതെ, കയ്യിലോട്ട് നമ്മള് വെറുതെ അവനെ വഴക്ക് പറഞ്ഞു. പാലും കുടിച്ച് അപ്പോഴേ ഉറങ്ങി. ഇന്ന് രാവിലെ അമ്പുക്കുട്ടൻ സ്വപ്നം കണ്ടത് ഉറക്കത്തിന് പിള്ളേരെ സ്വപ്നം കാണും കേട്ടോ, പേടിപ്പിക്കുന്നതൊക്കെ. അതെ, ചിലപ്പോ നമ്മൾ ഒളിച്ചു കളിക്കത്തില്ല. ഇനി അതൊക്കെ സ്വപ്നം കണ്ടോ എന്തോ. നല്ല റോഡ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇച്ചിരി കൂടെ ആവട്ടെ, അപ്പോഴത്തേക്ക് ഏട്ടനെ എന്നെ ഒന്നുകൂടെ പഠിപ്പിക്കേണ്ടി വരും ചിലപ്പോ. സമ്മതിക്കണില്ല, ഇവിടെ അങ്ങോട്ട് ഓടിച്ചൊന്നും ഇതാവാ ചെറുക്കെ സമ്മതിക്കുന്നില്ലേ. പിന്നെ കൈസാണ്ടി വലിയ വണ്ടികളൊക്കെ എപ്പോഴും ലെഫ്റ്റ് ചേർന്ന് ഇപ്പൊ വലിയ അങ്ങനെ ഇവക്ക് പേടിയായി അടുത്ത വണ്ടി കൂടെ ഓവർടേക്ക് ചെയ്യാൻ. അങ്ങനെ അവര് പെട്ടെന്ന് ട്രാക്ക് ഒന്നും മാറ്റൂല, ആ ട്രാക്കിൽ തന്നെ പൊക്കോണ്ടിരിക്കും. നമ്മൾ ജസ്റ്റ് ഹോൺ അടിച്ച് കയറിയാൽ മതി, അവരെങ്ങനെ പിന്നോട്ട് പിടിക്കുന്നൊന്നുമില്ല. ഈ വലിയ വണ്ടികൾ ഇതിപ്പോ ഓക്കെയാണ്, പക്ഷെ ഇപ്പഴത്തെ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഇതിലേക്കൂടെ കയറുമ്പോ അഥവാ ഹോൺ അടിച്ചാലും അവരിങ്ങോട്ട് പെട്ടെന്ന് മാറ്റും. അങ്ങനെ പേടി വരുന്ന ട്രാക്കിൽ കൂടെ പെട്ടെന്നൊന്നും അവർ ചേഞ്ച് ചെയ്യില്ല. അത് വലിയ ഹെവി വണ്ടികൾ ആ ഒരു ട്രാക്കിൽ തന്നെ പിടിച്ച് ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തേ ഉള്ളൂ. കാണാൻ കാഴ്ചയും അടിപൊളി, റോഡും അടിപൊളി. മധുരയിൽ പോയി നല്ല ബൺ പൊറോട്ട കഴിക്കാം.
9 കിലോമീറ്ററും കൂടി മധുരയ്ക്ക് ഗൈസ്. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എത്തും. ബൺ പൊറോട്ട മാത്രമേ ഉള്ളൂ അവിടെ ഫേമസ്, വേറെ ഒന്നുമില്ല. എന്ത് അവിടുന്ന് അവിടെ ഇഷ്ടം പോലെ ജിഗർദണ്ഡ എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട്, അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. വൈകിട്ട് ഒരു 8 മണിയാവും എത്താം ഉറപ്പാ. നമ്മള് പതുക്കെ നിരങ്ങി അവിടെ ഇവിടെ കണ്ടും കയറിയൊക്കെ പോകുമ്പോഴത്തേക്ക് സമയമാവും. ഒരു കുഴപ്പമില്ല. മധുര എത്തി. നമ്മളെ ഫേമസ് ഇവിടുത്തെ ഒരു ബൺ പൊറോട്ട കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാ. ഇവിടുന്ന് 5 കിലോമീറ്റർ കൂടി കാണിക്കുന്നത്. വെള്ളമില്ലാത്ത ഒരു പാലം, താഴെ വെള്ളമില്ല, ഇല്ലേ പാലം വരണ്ടുണങ്ങി കിടക്കും. അവനെ എടുക്കാനാ പറയുന്നത്. അവനെ എടുക്കാൻ വേണം, അവന് പാല് കുടിക്കാൻ വേണം. ഈ ബ്രിഡ്ജി കയറി ഇത് 1 രൂപയാണോ 1 രൂപയൊന്നും മനസ്സിലാവത്തില്ല. നാണ്ടാണ്ടോ വരണ്ട് കിടക്കുന്നുണ്ട്. ഈ ഡിണ്ടിക്കലിനെക്കാട്ടി തിരക്ക് കുറവുണ്ട് കേട്ടോ മധുരയില്. ഡിണ്ടിക്കൽ ഭയങ്കര തിരക്കാ. ഞായറാഴ്ച ആയതുകൊണ്ടായിരുന്നായിരിക്കും. അതുപോലെ അതിന്റെ ഇടയ്ക്ക് കുറെ ചന്തയൊക്കെ ഉണ്ടായിരുന്നു, ഈ ഡിണ്ടിക്കലിന്റെ ഇടയ്ക്ക് മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്രയും തിരക്ക്. നമ്മൾ ഒന്നും വാങ്ങിയില്ലല്ലേ, ഇവിടുന്ന് എന്തോ വാങ്ങാനാ, പച്ചക്കറി സാധനങ്ങളൊന്നും വാങ്ങിയില്ല. അയ്യോ പിന്നെ ഡിക്കിക്കകത്ത് സവാള ഒക്കെ ഇരിപ്പുണ്ടല്ലോ. അതുകൊണ്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും പേരയ്ക്ക വാങ്ങിക്കണം കേട്ടോ. മരുന്നടിച്ചായിരിക്കും. ഇത് മാങ്ങ വേണ്ട, മാങ്ങ പേരയ്ക്ക ഉണ്ട് അവിടെ, നല്ല നാടൻ പേരയ്ക്ക വാങ്ങിക്കണം. ഇങ്ങോട്ടാണോ തിരിക്കണ്ടേ? ഇവിടെ സിഗ്നൽ ഒന്നുമില്ല. അയ്യോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മധുരയിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ബൺ പൊറോട്ട ഷോപ്പ് ഉണ്ട്. അത്യാവശ്യം വലിയ ഷോപ്പാണ്, പക്ഷേ പാർക്കിംഗ് മാത്രമില്ല. നമ്മളിത് വണ്ടി ഇവിടെ സൈഡിലാട്ടോ പാർക്ക് ചെയ്തേക്കുന്നത്. എന്ത് പറ്റി? കട്ടിങ് ഉണ്ടോ? തട്ടുമോന്ന് ഞാൻ. ഇല്ല കട്ടിങ് ഒന്നുമില്ല. വാടാ. അങ്ങനെ നമ്മൾ ഡിണ്ടിക്കൽ നിന്ന് മധുര റീച്ച് ആയിരിക്കണു. മധുര കാലുകുത്തി ഇട്ട് നല്ല കടയില്ലേ ഇത്. കോലൊക്കെ എടുത്ത് നോക്കി. കോല ഇടുവാ, കട തുറന്നതേ ഉള്ളൂ. ഈ കടയെ കൊണ്ടല്ലോ വെളുപ്പാങ്കാലം 1 മണി വരെ ഉണ്ട്, പക്ഷെ 12 മണിക്കേ തുറക്കത്തോളൂ. രാവിലെ തുറന്ന ഉടനെ പൊറോട്ടയൊക്കെ അടിച്ചോണ്ടിരിക്കുന്നു, കോലമൊക്കെ വരച്ചോണ്ടിരിക്കുന്നു. ഹായ്. നമ്മളതൊന്ന് ഫസ്റ്റ് കസ്റ്റമർ ആണോ? തോന്നുന്നു. മിക്ക ഹോട്ടലുകളിലും ഉണ്ടോ പെറ്റ വെച്ചിട്ട് അതിനകത്ത് സ്വീറ്റ്നെസ് വെച്ചിട്ട്. നമ്മളവിടെ ഉത്സവപ്പറമ്പിൽ കൊടുക്കുമല്ലോ. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ ഇതൊന്നുമില്ല, വായില് പാക്കുണ്ട്, ചുമക്കും. അങ്ങനൊന്നുമില്ല, ഇതില്ലല്ലോ മറ്റേ പൊയിലയില്ല. പൊയില ഉണ്ടെങ്കിൽ തലക്ക് കുടിക്കും. നമ്മളവിടെ ഇവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ സെറ്റ് ചെയ്യുന്ന ഓപ്പണിംഗ് 12 മണിക്കാ. ഇത് എണ്ണയിൽ മുക്കിയാട്ടോ, എന്ന് വെച്ചാ ഡീപ് ഫ്രൈ പോലെ ആട്ടോ ഉണ്ടാക്കുന്നേ ഈ ബൺ പൊറോട്ട. സാധാ പൊറോട്ടക്കാട്ടി ഭയങ്കര ഓയിലാ. ഇത് ശരി, ഇവിടെ കമ്പനി ആയോ? ബൺ പൊറോട്ട പാക്കണോന്നും പറഞ്ഞു കൊണ്ടുപോയി. എണ്ണ തിളങ്ങുന്ന എണ്ണ സൂടി എണ്ണ. മുട്ട കമ്പനി അമ്പൂങ്ങ് പോയില്ലേ? അവ ഇറങ്ങാൻ നോക്കിയിരിക്കുന്നു ഒരു സെക്കൻഡ്. നമ്മളെ നാട്ടിൽ കണക്കല്ല കേട്ടോ, എണ്ണ ഇങ്ങനെ ഫുള്ള് തട്ടത്തിൽ ഒഴിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് മുക്കി അങ്ങ് അതിന്റെ ഡീപ് ഫ്രൈ പോലെ ആ ഒരു മെത്തേഡാ കേട്ടോ. അതായിരിക്കും ഭയങ്കര മുരിഞ്ഞു വരുന്നത്. പോയിരുന്നു ഇത് ഉണ്ടാക്കുന്നേ കാണാൻ ഭയങ്കര രസമാണ് അല്ലേ? തിരിച്ചിടുന്ന കണ്ടോ? അതാ എണ്ണയിൽ ഇങ്ങനെ കുളിച്ച് കിടന്നിങ്ങനെ ഇല്ല. അതിൽ ചില പൊറോട്ട ഇത് പപ്സ് ഇല്ലേ, നമ്മളെ എഗ് പപ്സ്, അതേപോലെ മുരിഞ്ഞ് പൊങ്ങി ആ ഒരു ഇതിരിക്കുന്നുണ്ട്. അത് ഭയങ്കര ടേസ്റ്റ്. ബൺ പോലത്തെ പൊറോട്ട. ബൺ, അതെ. ഇപ്പൊ ഇനി ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട,
ഇവിടെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര ഞാൻ അതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാതെ വേണമെങ്കിൽ തിരക്കാം. പക്ഷെ പാർക്കിങ്ങും ഇല്ല. റോഡ് സൈഡിൽ അവിടെയൊക്കെ വെച്ചിട്ട് വരാനേ പറ്റത്തുള്ളൂ. നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ. എനിക്കൊന്ന് ഈ പൊറോട്ട അടിക്കത്തില്ലെന്ന് തോന്നുന്നുണ്ട്. ഇതേ കണക്കങ്ങ് സെർവ് ചെയ്യായിരിക്കും. ഓക്കെ, ചൂട് പൊറോട്ട കേട്ടോ. ഈ കടയിലെ ആദ്യത്തെ പൊറോട്ട നമുക്കായിരുന്നു. ഇത് സാൽമ, മട്ടൻ കുഴമ്പ്, ചിക്കൻ കുഴമ്പ്. എന്തോ ഗ്രേവി അല്ലേ? ഇതാണ് യഥാർത്ഥ ഗ്രേവിയുടെ. എന്തോ പേര് പറയല്ലേ? സാൽമണോ? ആ കിച്ചന്റെ ചൂട് നമുക്ക് നല്ലോണം അടിക്കുന്നുണ്ട്. ചിക്കൻ കലക്കി അല്ല, പിച്ചിപ്പോട്ടത്. ചിക്കൻ പിച്ചിപ്പോട്ടത്. ചൂട് പൊറോട്ട. എന്റെ വിചാരം ബൺ പൊറോട്ട എന്ന് വെച്ചാൽ സ്വീറ്റ് ആണെന്നാ. അല്ലല്ലേ? സ്വീറ്റ് ഒന്നല്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്ത് കറിയാണ്? 4 ടൈപ്പ് കറി എല്ലാം ഉണ്ട്. മട്ടനും ചിക്കനും എല്ലാം ഉണ്ട്. എരി ഉണ്ടോ? എരി ഇതിന് ഇച്ചിരി കുരുമുളകിന്റെ ഒരു ഇതുണ്ട്. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിച്ചോ? കിട്ടിയല്ലോ അല്ലേ? പൊളി സാധനം കേട്ടോ ഇത്. നോക്ക്, ഇത് നോക്ക്. ആഹാ, നാടൻ കോഴിയാടാ. നാട്ടുകോഴി. നാട്ടുകോഴി എന്നാ പറഞ്ഞേ. അതാ ഒരു കട്ടി നാടൻ കോഴി. പൊറോട്ട എടുത്ത് പൊളി 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 പൊളി. ബൺ പൊറോട്ടയുടെ മേല് നല്ല ക്രിസ്പിയാ. അതൊട്ടും കട്ടിയുമില്ല. ഒരു ഏറ് പോലെ നമ്മൾ കഴിക്കുമ്പം ആ ക്രിസ്പിയും കിട്ടും, ആ സോഫ്റ്റ്നെസ്സും കിട്ടും. ഒരു കറക്റ്റ് ബണ്ണൊക്കെ തിന്നുന്ന പോലെ. ഇപ്പൊ ആളായി തുടങ്ങി കേട്ടോ. ഇപ്പൊ നമുക്ക് ആളായി. നമ്മള് വന്നപ്പോ ആരുമില്ലായിരുന്നു. ഇപ്പൊ ആളായി. ഇവിടെ തിന്നു കേട്ടോ. ഒരു വട്ടം തിന്നാകുമ്പോ അതാ ഒറ്റ വട്ടേ ഉള്ളൂ ഇതൊക്കെ. എങ്ങനെയുണ്ട്? അത് ഭയങ്കര സോഫ്റ്റ് സാധനം. പാഴ്സല് വാങ്ങി കേട്ടോ. അമ്മയൊന്നും കഴിച്ചിട്ടില്ല മധുരൈ ബൺ പൊറോട്ട. ഭയങ്കര വെയിലില്ലേ? ഒടുക്കത്തെ വെയിൽ കേട്ടോ. കേറിക്കോ. അടയ്ക്കുമല്ലോ. ഇത് ബാക്കിൽ വെച്ചേക്കാം അല്ലേ? ട്രാഫിക് ഒരു രക്ഷയില്ല ഗൈസ്, ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ലെറ്റ്സ് ഗോ, നമുക്കിനി പോവാം. അയ്യോ, ഫുഡ് പക്ഷേ ഒരു എണ്ണയുടെ മുന്നിൽ നിന്ന് പണിയുന്ന അവരെയൊക്കെ വിയർത്ത് കുളിക്കുന്നത്. അമ്പുകുട്ടി ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അവൻ കുറച്ച് കഴിച്ചോളൂ. അവന് കൊടുത്തില്ല കേട്ടോ, അങ്ങനെ കൊടുത്തില്ല. പക്ഷെ നമ്മൾ കഴിക്കാൻ ഇരിക്കുമ്പോ അവിടെ വേറെ ഒന്നും ഇല്ല എന്തായാലും കുഴപ്പമില്ല. ഇനി ആ ആഗ്രഹം തീർന്നു. ബൺ പൊറോട്ട കഴിച്ചിട്ടില്ല എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതങ്ങ് തീർന്നു. ഇനി എന്തുവാ? ബോർഡർ ചിക്കൻ അപേക്ഷിച്ച് അത്ര വലിയ റേറ്റ് ആയില്ല കേട്ടോ. അതായത് ഇത് മൊത്തം തമിഴിലാണ്. ബൺ പൊറോട്ട 30 രൂപ വെച്ച് 14 പൊറോട്ടയ്ക്ക് 30 രൂപ. 420 രൂപയായി. പൊറോട്ട മാത്രം നമ്മള് പാർസൽ വാങ്ങിച്ചായിരുന്നു അമ്മയ്ക്കൊക്കെ. അപ്പൊ അതിന് 420. പിന്നെ നാട്ടുകോഴി നമ്മള് പിച്ചി പോട്ടതും അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഒരു പാർസലും കൂടി പറഞ്ഞായിരുന്നു, അതിന് 320.
പിന്നെ ഒരു കാട ഫ്രൈക്ക് 120. നമ്മൾ കഴിച്ചില്ല, അത് നമ്മൾ പാഴ്സലാട്ടോ പറഞ്ഞത്. അത് 240. അങ്ങനെ മൊത്തത്തിൽ 980. ലാഭം എന്ന് വെച്ചാ നമ്മൾ ഇവിടുത്തെ, അതായത് നമ്മളെ ബോർഡർ ചിക്കൻ്റെ അവിടുത്തെ അപേക്ഷിച്ച് അവിടെ നാട്ടുകോഴി പിച്ചിപ്പോട്ടുണ്ടെങ്കിൽ 200-240 ഒക്കെയാ. അത് അപേക്ഷിച്ച് ഇവിടെ വില കുറവാണ്. പിന്നെ ഇത് ഫേമസ് ആണല്ലോ, അപ്പൊ ഒരു റേറ്റ് വാങ്ങും. ഇനി അടുത്ത ജിഗർദണ്ട, അതും ഒരു നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഫുഡാ. അതും കൂടി ഇന്ന് എക്സ്പ്ലോറിംഗ്. നമ്മള് മധുരയിലെ ഫേമസ് ജിഗർദണ്ട ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ്. ഇവിടെ നല്ല വെള്ള ഐസ്. ഇവിടെ ആണല്ലേ അവര് കൂളിങ്ങിന് വേണ്ടിട്ട് എന്തോ ഒരു സാധനം സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ടേ ചേട്ടാ 2 ജിഗർദണ്ട, 2 റെഗുലർ, ഒരു സ്പെഷ്യൽ, ഒരു റെഗുലർ. ഇവിടെ സ്പെഷ്യൽ ഉണ്ട്, മിനി ഉണ്ട്, പിന്നെ റെഗുലർ ഉണ്ട്. നമ്മൾ ഒരു റെഗുലറും പറഞ്ഞു, ഒരു സ്പെഷ്യലും പറഞ്ഞു. നോക്കാമല്ലോ. ആൾറെഡി അവർ മിക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ആൾറെഡി ഇങ്ങനെ ആഡ് ചെയ്ത് ഉണ്ടാക്കുവാന്ന് തോന്നുന്നു. ഇതാണ് സ്പെഷ്യൽ. ഇത് ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇത് സ്പെഷ്യലാണ് കേട്ടോ. എനിക്ക് റെഗുലർ, നിങ്ങൾക്ക് സ്പെഷ്യല്. ഇതിനകത്ത് കുറച്ച് ആൽമണ്ട്സും കാര്യങ്ങളൊക്കെ അരിഞ്ഞിടുമായിരിക്കും. നമ്മളെ കുഞ്ഞ് റെഗുലർ ആട്ടോ. നിങ്ങളുടെ സ്പെഷ്യലാണ്. ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ചൂടിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടം പോലെ. അല്ല, ഇതിനകത്ത് എന്തോ ഈ നറുതണ്ടിയുടെ വേരോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്നത്. ഇത് ഭയങ്കര പഴക്കമുള്ള ഷോപ്പാട്ടോ. ഇത് ഇതാ ഒറിജിനൽ എന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ല. ആ ചേട്ടൻ പറഞ്ഞു നമ്മളിങ്ങനെ വന്നു. കഴിക്കാനുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. ഇതിന്റെ മുകളിൽ എന്തോ ഒരു ബോൾ ഇട്ടേക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഇതെന്തോ എന്തോ ഒരു ബോള്. ഐസ്ക്രീം. ഓക്കെ. എനിക്ക് കുഞ്ഞ് അവിടെ ഇരിക്കുന്നവർക്കേ പുറത്ത് തണുപ്പ് വീഴാൻ വേണ്ടിയിട്ട് ഒരു ഓസില് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് അവിടെ ഇരിക്കുന്നവർക്ക്. അവിടെ നിൽക്കുമ്പോ ഭയങ്കര ചൂടാ ഗൈസ്. അതുകൊണ്ടാണ് ഇത് എല്ലാരും ഇവിടെ കഴിക്കുന്നത് കേട്ടോ. അടിപൊളി കേട്ടോ. മസ്റ്റ് ട്രൈ ഗൈസ്, മസ്റ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞ പുള്ളി സാധനം. ഇതിനകത്ത് ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ടോ തോന്നുന്നു. ചായ പോലെ ഇരിക്കുന്നില്ലേ? പക്ഷേ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടെ. ഇതാ കൊള്ളാവുന്ന റെഗുലർ. അതിനകത്ത് കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ ഒരു നറുതണ്ടിയുടെ ഒക്കെ ഫ്ലേവർ അങ്ങ് പോയി. കസ്കസിനകത്തില്ല. പൊന്നു ഗൈസ്, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ഐറ്റം. ശരിയാട്ടോ, ഇത് കുടിക്കുമ്പോ ഒരു പിന്നെ കൂടാ. ഞാൻ മധുരം അങ്ങനെ കഴിക്കുന്നതല്ല. പക്ഷെ ഇത് ഓവർ മധുരമില്ല, അങ്ങനെ ഭയങ്കര മധുരമൊന്നുമില്ല, മത്ത് പിടിക്കുന്ന മധുരമൊന്നുമില്ല. പക്ഷെ ആ നറുതണ്ടിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറും ആ കട്ട പാലും അതിന്റെ മുകളില്. ഇത് നോർമൽ ഐസ്ക്രീം അല്ലെന്ന് തോന്നുന്നു. ഇവര് തന്നെ എന്തോ ചായയുടെ കളറിൽ ഇരിക്കുന്ന ഐസ്ക്രീമാണ്. അമ്മക്ക് ഇത് 1934-40 ഇവിടെ സ്റ്റാർട്ട് ചെയ്തേ. ഈ കട തുടങ്ങിയ 30 കൊല്ലമായി. ഇതിന്റെ ബ്രാഞ്ച് വേറെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇതെല്ലാം അവരുടെ ബ്രാഞ്ച്. ഇതെല്ലാം അവര് ഉണ്ടായിക്കൊണ്ട് ഇവിടെ വരുവാ. അവര് എടുത്തു തരുവാ ഇതിന്ന്. ലെറ്റ്സ് ഗോ. മധുരയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചൂടുള്ളത്. ഔട്ട്സൈഡ് 40 ഡിഗ്രി. എന്റെ മോനെ, ഒരു ചൂടാ. അത് ഓവർടേക്ക് ചെയ്ത് ഇങ്ങോട്ട് പോയതാ. നല്ല ഇടി ഇടിച്ചേട്ടോ. ഫ്രണ്ട്
പൊളിഞ്ഞ് ചെയ്യുമ്പം വാഷ്റൂമിൽ പോകുന്ന ഒരു പാടില്ലേ, എന്തൊക്കെ കൊണ്ടുപോകുന്നേ? ഡെറ്റോള്. ഇത് എനിക്ക് കഴിക്കാൻ സ്ട്രെപ്സിൽസ്. നമ്മള് വീണ്ടും തമിഴ്നാട്ടിൽ നിന്ന് എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. സാനിറ്റൈസർ. ഇവിടെ 100 രൂപ ഡീസലിന്. പോയിട്ട് വാ, വൃത്തി ഉണ്ടായിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. ഇവിടെ തമിഴ്നാട്ടിലെ മിക്ക നയാരം ഒഴിച്ച് ബാക്കി എല്ലായിടും കണക്കാട്ടോ. വീണ്ടും ഫുൾ ടാങ്ക് അടിച്ചിട്ടോ. 2500 രൂപ ആയിട്ടുള്ളൂ. അടിക്കണ്ടായിരുന്നു, പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ 90 രൂപയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു കേട്ടോ. അമ്പുക്കുട്ടിയുടെ ഇവിടെ ഡ്രൈവിംഗ് സീറ്റ് ഇത്രയും നേരം അവിടെ ഇരുന്നിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്, ഡ്രൈവിംഗ് കിട്ടുന്നില്ലല്ലോ എന്ന്. വണ്ടി നിർത്തിയാലേ കേട്ടോ വരത്തുള്ളൂ. റണ്ണിങ്ങിനൊന്നും കുഞ്ഞിന് വരണമെന്ന് നിർബന്ധമില്ല, നിർത്തിയാൽ നമുക്ക് ഇവിടെ വരണം. നിർത്തി ഇവിടെ വന്ന് 2 തിരിയൊക്കെ തിരിയണം, എന്നാലേ ഒരു വൈബുള്ളൂ. ഇല്ല അമ്പുക്കുട്ടി? അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ അല്ല, പിന്നെ വണ്ടിയൊക്കെ ഇട്ടിരിക്കണ്ടേ അല്ലേ അമ്മക്കുട്ടി? ആ ഓക്കെ, നമുക്ക് ടെമ്പിളെ പോണ്ടേ? ഉമ്മയമ്മ ചക്കയും മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്നാ തിരിച്ചോ. വൃത്തിയുണ്ട്. പിന്നെ ഇത് ഇന്ത്യനാ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അയ്യോ വൃത്തിയുണ്ടായിരുന്നു, എന്നാലും ക്ഷീണം. ഭയങ്കര ചൂട്, കാറ്റടിക്കുന്നുണ്ടാ. പുറത്ത് ഏതാണ്ട് 39 ഡിഗ്രിയാണ് ഗൈസ്. അത് കാറ്റും കൂടെ ഇങ്ങനെ പുഴുങ്ങി അടിക്കുന്ന ഒരു കാറ്റ്. ഇനി നമുക്ക് 161 കിലോമീറ്റർ നമ്മള് എണ്ണയൊക്കെ അടിച്ചു, ഫ്രഷായി പോവാ. ഇനി രക്ഷയില്ല. അന്ന് ഇതുവഴി നമ്മൾ അന്ന് കൊടൈക്കനാൽ അന്ന് പോയപ്പോ അന്ന് വന്നതാ, 2 കൊല്ലം മുമ്പ്. അന്നന്ന് ഫുള്ള് പണി നടക്കുന്നതായിരുന്നു, ഫുള്ള് കട്ടറും കുഴിയൊക്കെ ആയിരുന്നു. അടിപൊളിയാണ്. കണ്ണാടി വെച്ചേക്കോട്ടോ. ഇത് എനിക്കൊന്ന് ബാർലിയാണോ എന്താ സംഭവം? ഇച്ചിരി പിച്ചല കേട്ടോ. അങ്ങനെ നമ്മൾ ഡിണ്ടിക്കലിൽ നിന്ന് നേരെ ചെമ്മലയിലേക്ക്. എങ്ക പാത്താലും എവറുതാ, അങ്ക പാത്താലും തമിഴ്നാട്ടിലെ എവറുതാ, ഇങ്ക പാത്താലും ഇത് നമ്മള് കൊണ്ടുവന്നതാ. പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും ഇപ്പുറത്തെ സീറ്റിൽ കൂടെ ഇറങ്ങിയത്. നമുക്ക് അവിടെ സ്ഥലമില്ല, എല്ലാ ചട്ടമ്പികളും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളങ്ങനെ സമയം കറക്റ്റ് 6:30 ആയപ്പോ നമ്മൾ എത്തി കേട്ടോ. നമ്മള് ബൺ പൊറോട്ടയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ബൺ പൊറോട്ട അത് കണ്ടിരിക്കാം. ഇതെന്താന്നറിയോ? ഇതാണ് മധുരൈ ജിഗർ തന്ത. തന്തയല്ല, അവിടുത്തെ ഫേമസ് എന്തോ സാധനോ. ഈ അത് ഐസ് തണുത്തു എന്താ നറുതണ്ടിയോ എന്തൊക്കെയോ വെച്ചു, ഭയങ്കര ഫേമസ് അവിടെ. വീട്ടില് വന്നു കാട ചക്ക ഗൈസ്, നല്ല അടിപൊളി ചക്ക. അതും ഞാൻ ഇപ്പഴാ ചക്ക കഴിക്കുന്നു. ഇത്രയും നാളായി ചക്ക നല്ല കാന്താരി ഇട്ടത്. അതിന്റെ കൂടെ നല്ല മീൻകറി. കൊറേ ദിവസമായി ചോറ് കഴിച്ചിട്ട്. ബിരിയാണി ചലഞ്ച് ഒക്കെ അല്ലായിരുന്നു നമ്മള്. കാട ടേസ്റ്റ് ഇല്ലായിരുന്നു. കാട ഇത് കാട എണ്ണയില്ലടാ, കരിഞ്ഞിട്ടില്ല കണ്ടോ. ഇവിടെ ഒരാളങ്ങ് കണ്ണാടി വെപ്പങ്ങ് ഷോ കാണിപ്പാട്ടെ ഇവിടെ ഉള്ളവരെ എല്ലാരെയും. ഇവിടെ പല തരം കളികളാ. ഒളിച്ചു കളി, ഇതിനു മുന്നേ കട്ടിലിൽ ചാടി കളിയായിരുന്നു, അതിന്റെ മുന്നേ ഇടിച്ചു കളിയായിരുന്നു, ഇപ്പൊ ഹൈഡ് ആൻഡ് സീക്ക്. ഏട്ടാ കുഞ്ഞിനെ നോക്കണേ, അവനെ തള്ളിയിടല്ലേ. ഏട്ടാ കുഞ്ഞിനെ എടുത്തോ. ലവ സൗണ്ട് വെച്ചോണ്ടാ ഓടുന്നത് ഏട്ടാ. സൗണ്ട് വെച്ചോണ്ട് ഓടും, അപ്പൊ അവക്ക് ആ കേക്കാൻ പറ്റൂ. നേരെ വന്നു അമ്പുട്ടത്തോടെ നീ വന്ന പോലെ തന്നെ നേരെ വാ. വന്നോ, പിടിച്ചോ.
ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് അപ്പുറത്ത് 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 ആ അവന് നിന്നെ പേടിയാവുന്നു മുഖം മറച്ചോണ്ട്. ആ ഇങ്ങ് ബാമ്പൂട്ടേക്ക് വാ അമ്മയുടെ പൊന്നിങ് വാ. കട്ടിലിന്റെ പുറത്ത് കയറാൻ പാടില്ല, തറ ഇറങ്ങാനേ പാടുള്ളൂ, കട്ടിലിന്റെ പുറത്ത് കയറാൻ പാടില്ല. ഈ കളിക്കുന്നതിനിടയ്ക്ക് എപ്പോഴും കാണും ഒരാള് കരയുന്ന, എപ്പോഴും ചുമ്മാ കരയുന്ന. 10ാം തൊട്ട കരയുന്നത് സെറ്റ് ആവൂല കേട്ടോ. കരയും. അതാ കരച്ചില് നമ്മളിനി കളി കൂടല്ലേ, കരയുന്നവരെ കളിച്ചു കൂട്ടണം, നമ്മ ഒറ്റ കളിക്കാം. ബൈ ഗൈസ്, ഈ ബ്ലോഗ് കൂടെ വെച്ച് മൈൻഡ് അപ്പ് നമ്മൾ കളിക്കട്ടെ. പെപ്പ ആൻഡ് ലാപ്പി അടുത്ത വീഡിയോ ഇട്ട് വരിക. ഒന്നും ഉറങ്ങത്തില്ല കേട്ടോ, തമ്പുരിന് നാളെ എക്സാമാ. നാളെ എന്തോന്ന്, നാളെ കണ്ണുകെട്ടി കളി എഴുതി വെക്കൂ. നല്ലതാ അല്ലേ അമ്പൂട്ടാ. അപ്പൊ ബൈ ബൈ.